ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു AchusDesign. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഒരു റെയിൻബോ കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കട്ട് ബീഡ്സ് നല്ല ക്വാളിറ്റി ഉള്ള കട്ട് ബീഡ്സ് ആണ്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കട്ട് ബീഡ്സ് കുറച്ച് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് നല്ല ബീഡ്സ് നമുക്ക് കണ്ടാൽ അറിയാവുന്നതെന്ന്. അപ്പോൾ അതായത് ഇതേപോലത്തെ ബീഡ്സ്, അതായത് നമുക്ക് അതിൻ്റെ പുറം ഭാഗം നല്ല ചെത്തിയ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബീഡ്സുകളൊക്കെ ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സുകളായിരിക്കും ഇതൊക്കെ. പിന്നെ അതിൻ്റെ കളറൊന്നും പോകത്തില്ല, നമ്മൾ വാഷ് ചെയ്താലൊന്നും കളറൊന്നും മങ്ങി പോകത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഇത്തരം ബീഡ്സുകൾ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റേറ്റിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. പല ഷോപ്പുകളിലും പല റേറ്റുകളായിരിക്കും. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള റേറ്റ് പറയാൻ പറ്റത്തില്ല. നമുക്ക് പലയിടത്തും പല റേറ്റിലായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ പാറ്റേൺ വന്നിട്ട് ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് താഴേക്ക് ഒരു 3/4 ഇഞ്ചോളം ഗ്യാപ്പ് കൊടുത്തിട്ട് താഴേക്ക് ജസ്റ്റ് ബോക്സ് പോലെ വരച്ചെടുക്കുക. അതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് 3/4 ഇഞ്ച് തന്നെയാണ്. അതിന് ശേഷം ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുക. അടുത്ത ബോക്സ് നമ്മൾ ആദ്യം വരച്ച ബോക്സിനെക്കാട്ടിലും കുറച്ചും കൂടെ വലുത് കൊടുക്കുക. അതിനുശേഷം 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തു. അതിനേക്കാളും വലിയ ബോക്സ് പിന്നെ വരച്ചു. വീണ്ടും നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുന്നു. അങ്ങനെ ഒരു 5 ബോക്സ് പോലെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ അളവ് ഒന്ന് തന്നെ ആയിരിക്കണം, അതേപോലെ ലെങ്തും ഒന്ന് തന്നെ ആയിരിക്കണം. ഒരു 5 ബോക്സെങ്കിലും വരണം നമുക്ക് സെൻറ്റർ ഭാഗത്ത് നിന്ന്. എന്നിട്ട് നമ്മൾ അതിനകത്ത് നിറയെ ബീഡ്സ് വർക്കുകളാണ് നമുക്ക് ചെയ്ത് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. എല്ലാവർക്കും ബിഗിനേഴ്സിന് പ്രത്യേകിച്ച് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയാണ്. ഇപ്പം ഞാൻ എന്താ ഇവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ തൊട്ട് താഴെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തേക്കുന്നതുണ്ടോ, അതിൻ്റെ താഴെയാണ് നമ്മൾ ജസ്റ്റ് ഒരു ബോക്സ് പോലെ നമ്മൾ വരച്ചു കൊടുത്തേക്കുന്നത്, കണ്ടോ. അതിൻ്റെ ഒരു അകലമാണ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ 2 ബോക്സിൻ്റെ ഇടയ്ക്കത്തുള്ള അകലമാണ് 1 ഇഞ്ച്. അങ്ങനെ ഓരോന്നും 1 ഇഞ്ച് അകലത്തിൽ നമ്മൾ ഓരോ ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കുക. അപ്പം യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 13 അല്ലെങ്കിൽ 14 വരെയെങ്കിലും കൊണ്ടുവന്ന് നിർത്താം. എന്നിട്ട് ഞാൻ ആദ്യം ആ ഒരു ബോക്സ് ചെയ്ത് കൊടുക്കാൻ പോവാം. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് കുറച്ച് ലോക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബീഡ്സ്, ഫസ്റ്റ് ബീഡ്സൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ലൂസായി പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഓരോ ബീഡ്സും ലോക്കിട്ട് ബീഡ്സ് വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലോക്കിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഓരോ ബീഡ്സിൻ്റെ അകത്തൂടി ഒരു ലോക്കിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് നല്ല ഫിക്സ് ആയിട്ടിരിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന വർക്ക് നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇടാനായിട്ട് അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിരിക്കും. അപ്പോൾ രണ്ടായാലും നമുക്ക് പ്രയോജനപ്പെടണം. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ മെറ്റീരിയലൊക്കെ എടുത്ത് നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകളാണ് ഇല്ലേ. അപ്പോൾ നമുക്കത് ലാസ്റ്റ് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് പെർഫെക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരുപാട് ക്ഷമയോടുകൂടി നമ്മൾ ഓരോ ബീഡ്സുകളുടെയും ഇടയിൽ കൂടി നമ്മൾ ലോക്കിട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ വീണ്ടും വർക്ക് ചെയ്ത് 2-3 ബീഡ്സ് വർക്ക് ചെയ്തിട്ട് ഒന്ന് ലോക്കിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും 2-3 വർക്ക് ചെയ്തിട്ട് ലോക്കിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ എന്തായാലും നമ്മൾ വാഷ് ചെയ്യും, നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യും എന്തായാലും. ആ വാഷ് ചെയ്യുമ്പോൾ എന്തായാലും മെറ്റീരിയൽ നമ്മുടെ ഈ ഒരു ഡിസൈൻ പോവരുത്. നമ്മൾ ചെയ്തിരിക്കുന്ന ബീഡ്സ് ആണെങ്കിലും സ്റ്റോൺസ് ആണെങ്കിലും ഒന്നും പോവരുത്. അപ്പോൾ അതിൻ്റെ പ്രിക്കോഷൻസ് എടുത്തിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കണ്ടോ, ഇതേപോലെ ആ ഒരു ഭാഗം, ആ ഒരു ബോക്സിൻ്റെ അത്രയും ഭാഗം ഇതേപോലെ നമ്മൾ ഓരോ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ചെയ്യേണ്ടത് ഇത്ര മാത്രം ചെയ്താൽ മതി. മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി. ഞാൻ പറഞ്ഞിട്ടുള്ള അളവിൽ തന്നെ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ബിഗിനേഴ്സിന് പ്രത്യേകിച്ച് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ്. പെട്ടെന്നൊരു പാർട്ടി വെയർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് 2 ഡേയ്സിനുള്ളിൽ, അല്ലെങ്കിൽ സമയമുള്ളവർക്കാണെങ്കിൽ 1 ഡേ മതി. സമയം ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു 2 ഡേ 3 ഡേ എങ്കിലും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. കണ്ടോ, ഇതേപോലെ നമ്മളങ്ങ് ഫുൾ ഒരു ബോക്സ് ഫുൾ ചെയ്ത് കൊടുക്കുക. അടുത്തത് ചെയ്യുമ്പോൾ അടുത്തത് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഒരു കട്ട് ബീഡ്സ് അല്ല വേണ്ടത്, വേറെ കട്ട് ബീഡ്സ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇത് തന്നെ വേണമെന്നില്ല, വേറെ ഏത് കട്ട് ബീഡ്സ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. മെറ്റീരിയലിൻ്റെ കളറും ചേഞ്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ കണ്ടോ, ഞാൻ ഈ ഒരു ബോക്സ് ഇത്രയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു അകലം 1 ഇഞ്ചാണ്. ഓരോ 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം അടുത്ത ബോക്സ് പോലെ വരയ്ക്കാനായിട്ട്. സെൻറ്റർ ഭാഗത്ത് വേണം ഈ ഒരു ലൈൻ വരച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.